അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുമെന്ന്. തോമസിന്റെ ജീവിതത്തിൽ ജീവിതം പ്രകാശിതമായി തീർന്നു എപ്പോഴെന്ന് നിങ്ങൾക്കറിയാമോ? ശിഷ്യന്മാർ എല്ലാം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ അവന്റെ ആണിപ്പഴുതുള്ള കയ്യിൽ വിരലിട്ട എക്സ്പീരിയൻസ് ചെയ്യുവാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അവന്റെ ഉയർപ്പിൽ വിശ്വസിക്കാത്ത നരഭോജികളായവരോട് ഞാൻ വ്യക്തമായി പറയട്ടെ, അവന്റെ ഉയർപ്പിൽ നീ വിശ്വസിച്ച് മതിയാകത്തുള്ളൂ. അവന്റെ വില നീ വേർതിരിച്ചറിഞ്ഞ് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലായവർ അത്രേ മരിച്ചാലും ജീവിക്കുന്നത് എന്ന് വചനം പറയുന്നു. നരഭോജികൾ എന്തിനെയാണ് കാണിക്കുന്നത്? നരഭോജികൾ ജീവനുള്ള വ്യക്തികളെ ഇല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യരെ ഭക്ഷിക്കുന്നവരത്രേ. എന്നാൽ ഹല്ലേലൂയ, മനുഷ്യർ ചെയ്യുന്നത് എന്താണ്? മനുഷ്യർ ജീവനോടെ ഒന്നിനെയും ഭക്ഷിക്കാറില്ലത്രേ. യേശുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കാതെ പ്രവൃത്തി ചെയ്യുന്നവർ ഹല്ലേലൂയ മരിച്ചവരെ വീണ്ടും ഭക്ഷിക്കുകയത്രേ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവനെ ഭക്ഷിക്കുവാൻ ഒരുവനും കഴിയത്തില്ലത്രേ. അവൻ മരിച്ച അവസ്ഥയിലായിരുന്നു, എന്നാൽ അവനെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ ഉയർപ്പിച്ചതത്രേ.